നമുക്ക് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ FCPയിൽ എഡിറ്റ് ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം ലൈബ്രറിയാണ്. എന്താണ് ലൈബ്രറി? വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോ, ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ, ഓഡിയോ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ, സ്റ്റിൽസ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ഞങ്ങളുടെ കംപ്ലീറ്റ് ഡേറ്റാസിനെയും എവിടെയെങ്കിലും ഒരിടത്ത് സേവ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇവിടെ ഇവർ ലൈബ്രറി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ലൈബ്രറിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അവയെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത്, അതായത് കൂടുതൽ സ്പേസ് ഉള്ള സ്ഥലത്ത്, കാര്യം നമ്മൾ കംപ്ലീറ്റ് ഡേറ്റാസ് അതിനകത്താണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് അത് വലിയ സൈസ് ഫയലായിരിക്കും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കിലോ മറ്റെവിടെയെങ്കിലും സേവ് ചെയ്യാം, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലോ അങ്ങനെ. ഇപ്പോൾ ഞാനിവിടെ അതിനെ സേവ് ചെയ്യുന്നു. ഞാൻ ആ ലൈബ്രറീന് ഷോർട്ട് ഫിലിം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ലൈബ്രറിയുടെ പേര്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഇവൻ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനും ഒരു കാര്യം, ഇത് ഓട്ടോ സേവ് ആണ്, ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. നമ്മളായിട്ട് ഇതിനെ സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി അതൊന്നും ടെൻഷൻ വേണ്ട. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്താലും, ഇപ്പോൾ ഇതിൻ്റെ ഓപ്പൺ റീസെൻ്റ് എന്നാണെങ്കിൽ നമുക്കിതിന് റീ ഓപ്പൺ ചെയ്യുമ്പോഴും അത് സെയിം, നമ്മൾ ക്ലോസ് ചെയ്ത സെയിം അവസ്ഥയിലായിരിക്കും. കാര്യം ഇത് ഓട്ടോ സേവ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റാണ്. ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ക്ലിപ്പുകളെ അല്ലെങ്കിൽ ഓഡിയോകളെ നമുക്കൊന്ന് ഷെൽഫ് ചെയ്യാം, അതായത് ഓർഡർ ചെയ്യാനായിട്ട്, പാർട്ടീഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇവൻ്റ്. ഞാൻ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം നമ്മളിത് എവിടെയാണ് സേവ് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് ആ ലൈബ്രറിയെക്കുറിച്ച് കൂടുതൽ ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇതിനെ സേവ് ചെയ്ത സ്ഥലത്ത് വന്നിട്ട് ഇതാണ് അതിൻ്റെ ലൈബ്രറി. ഇന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ പാക്കേജ് കണ്ടന്റ് അത് കൊടുത്തു കഴിയുമ്പോൾ ആ ലൈബ്രറിക്കകത്തുള്ള മുഴുവൻ കണ്ടന്റുകളും നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇനി പറയാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ഇമ്പോർട്ട് വിൻഡോ. ഇതിനകത്ത് കോപ്പി ടു ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ ലീവ് ഫയൽസ് ഇൻ പ്ലേസ്. ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മിക്കവാറും കോപ്പി ടു ലൈബ്രറി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫയല് നമ്മുടെ ഇപ്പോൾ സേവ് ചെയ്ത ലൈബ്രറി, ഞാൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ലൈബ്രറിക്കകത്തോട്ട് അത് അതിൻ്റെ ഒരു കോപ്പി സേവ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഫയൽ ഇങ്ങനെ കോപ്പി എടുക്കാനുള്ള സമയം എടുക്കും. നല്ല ഹൈ പെർഫോമൻസ് സിസ്റ്റം ആണെങ്കിൽ കുഴപ്പമില്ല. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അല്പം കുറവാണെങ്കിൽ ഈ പരിപാടി നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്പേസ് ചിലവാക്കും. അതുകൂടാതെ ഇത് കോപ്പി എടുക്കുന്ന ടൈമും നമുക്ക് വരുമ്പോൾ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഫൈനൽ കട്ട് പ്രോ ജസ്റ്റ് സ്ലോ ആകുന്ന പോലെ നമുക്കൊരു ഫീൽ വരും. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ലീവ് ഇൻ പ്ലേസ്. അതാകുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ വീഡിയോ കിടക്കുന്നത് ആ വീഡിയോ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പോലെ അതിൻ്റെ ഒരു കോപ്പി ഇവിടേക്ക് ഇമ്പോർട്ട് ആവും, ഒരു ഡെമ്മി ഇമ്പോർട്ട് ആവും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കുന്നത് ട്രാൻസ്കോഡിംഗ് ആണ്. ഇവിടെ ക്രിയേറ്റ് ഒപ്റ്റിമൈസ് മീഡിയ എന്നും ക്രിയേറ്റ് പ്രോക്സി മീഡിയ എന്നും രണ്ട് ഓപ്ഷൻ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യാം. ഇപ്പോൾ ഈ ആദ്യം കാണുന്നത്, അതായത് ഒപ്റ്റിമൈസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഫയലിനേക്കാളും സൈസ് കുറച്ചിട്ടൊരു ഒരു ഫയലിനകത്തേക്ക് ഇമ്പോർട്ട് ആകും, നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് അതായത് ലൈബ്രറിക്കകത്തേക്ക് സേവ് ആകും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വീഡിയോയെക്കാളും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത, മാക്സിമം സൈസ് കുറച്ചിട്ട് ഒരു 50% സൈസ് കുറച്ചിട്ട് ക്വാളിറ്റി ലെസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ലൈബ്രറിക്കകത്തിട്ട് സേവ് ആകും. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഫയലിൻ്റെ ഒരു ഡെമ്മി അങ്ങനെ വർക്ക് ചെയ്യുക. നമ്മൾ അതിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുക, കളർ കറക്ഷൻ എന്ത് ചെയ്താലും അതൊന്നും നമ്മുടെ ക്ലിപ്പിനെ ബാധിക്കുന്നതല്ല. പക്ഷെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പ്രോക്സി ചേഞ്ച് ചെയ്യുമ്പോൾ, ഒറിജിനൽ പ്രോക്സിയിലേക്ക് മാറ്റുമ്പോഴേക്കും, ഒറിജിനൽ ക്ലിപ്പിലേക്ക് മാറ്റുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കട്ടെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 4K വീഡിയോ ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. പക്ഷേ നമ്മുടെ സിസ്റ്റം അത് അതിനോട് കേപ്പബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നേരെ പ്രോക്സിയിലേക്ക് മാറ്റുക, 50% പ്രോക്സിയിലേക്ക് മാറ്റുക. അപ്പോഴേക്കും എന്താ ഗുണം, ആ 4K എന്ന് പറയുന്നതിൻ്റെ ലോഡ് എടുക്കാതെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാം. നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ വ്യൂ ചേഞ്ച് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
പ്രോക്സിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതാണ്, അല്ലെങ്കിൽ പ്രോക്സി നമ്മൾ എനേബിൾ ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ഇമ്പോർട്ട് ചെയ്താലും നമുക്ക് പ്രോക്സി ആക്കാനുള്ള ഒരു മെത്തേഡ് ഇതിനകത്തുണ്ട്. വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ താഴെ ട്രാൻസ്കോഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മളത് എടുക്കുക. ഇതിനകത്ത് ഇപ്പം ഉണ്ട് ഒറിജിനൽ ഒപ്റ്റിമൈസ് മീഡിയ ആക്കാനോ പ്രോക്സി മീഡിയ ആക്കാനോ നമുക്ക് സാധിക്കും. ഇപ്പം ഞാനിപ്പം ഒറിജിനൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നില്ല, പ്രോക്സി മാത്രം എനേബിൾ ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കും. അതായത് ഈ വീഡിയോയെ പ്രോക്സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലൈബ്രറിക്കകത്തേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഈ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കാണ് ഒരു പ്രോക്സി ഫയൽ നമുക്കിവിടെ കിട്ടും. അതിലാണ് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പ്രോക്സീനെ പോസ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ വ്യൂവിൽ വരുമ്പോൾ ഇവിടെ ഓൾറെഡി കിടക്കുന്നത് കണ്ടോ, ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ള ഇതിലോ ബെസ്റ്റ് ക്വാളിറ്റിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഇതിനകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എൻ്റെ പ്രോക്സി എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഈ പ്രോക്സി നമ്മളിപ്പോൾ എനേബിൾ ചെയ്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ മിസ്സിംഗ് പ്രോക്സിയാണ്. കാര്യം പ്രോക്സിയോട് കൺവേർട്ടായി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോക്സി ഇപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ പ്രോക്സി പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഈ മിസ്സിംഗ് പ്രോക്സി എന്നുള്ള ആ പ്രോബ്ലം മാറിയിട്ട് ആ വീഡിയോ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ഒറിജിനൽ വീഡിയോയുടെ അത്രയും ക്വാളിറ്റി ഇതിനുണ്ടാവില്ല എന്നുള്ളതാണ്. ക്വാളിറ്റി കുറവായിരിക്കും. അതായത് ഔട്ട്പുട്ടിനല്ല, നമ്മളിവിടെ കാണുന്ന പ്ലേ ബാക്ക് ക്വാളിറ്റി കുറവായിരിക്കും. അങ്ങനെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് സിസ്റ്റത്തിന് പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ബ്രൗസർ എന്ന് പറയുന്നത്. ബ്രൗസറിൻ്റെ ഓപ്ഷൻസ് ആണ് മേളിൽ കാണുന്ന 3 ബട്ടണിൽ. അതിൽ ആദ്യത്തേതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിനെ ഫിലിം ഷിപ്പായിട്ട് കാണണോ അതോ ലിസ്റ്റായിട്ട് കാണണോ എന്ന് പറയുന്നത്. ഇത് അപ്പിയറൻസ് മെനു ആണ്. ക്ലിപ്പിൻ്റെ അപ്പിയറൻസ് എങ്ങനെ കാണും, ക്ലിപ്പിൻ്റെ അതിൻ്റെ വലിപ്പം, അതിൻ്റെ തമ്പനയിൻ്റെ വലിപ്പം കൂട്ടണോ, അല്ലെങ്കിൽ ആ കാണുന്ന ക്ലിപ്പിൻ്റെ സൈസ് കൂട്ടണോ, അതായത് അതിൻ്റെ ടൈം എത്ര ലെങ്ത് ഉള്ള ക്ലിപ്പാണോ അത്രയും ഒരു 10 സെക്കൻഡ് വരെയൊക്കെയുള്ള അതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഏരിയ മാത്രമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഗുണം അതിനുണ്ട്. അപ്പിയറൻസ് മെനു ആണ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ താഴെ വേവ് ഫോംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന വീഡിയോയുടെ തന്നെ ഓഡിയോയും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ഉപയോഗം. നമുക്കിനി വേണ്ടത് ഈ ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പ്ലേസ് ഹോൾഡറാണ് വേണ്ടത്. അത് നമുക്ക് പ്രൊജക്റ്റ് എന്ന് വിളിക്കാം. നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെയാണ്, നമ്മൾ ലൈബ്രറി പഠിച്ചു, ഇവന്റ് പഠിച്ചു, ഇനി നമുക്ക് വേണ്ടത് പ്രൊജക്റ്റാണ്. ഈ താഴെ കാണുന്ന ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് പ്രൊജക്റ്റ് എടുക്കാം. പിന്നെ അതിൻ്റെ ഫ്രെയിം സൈസ് പറയാം, ഏത് ടൈപ്പ് വീഡിയോ സൈസാണ്. ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ വേണമെങ്കിൽ വെർട്ടിക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഷേപ്പിലേക്ക് സ്ക്വയറോ ഷേപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ 4K 2K 8K ഏത് ഫോർമാറ്റ് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്നത് HD പ്രോഗ്രസീവ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് എന്നിട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ പ്രൊജക്റ്റിനകത്തേക്ക് നമ്മൾ ക്ലിപ്പ് വലിച്ചിടുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടെ പ്രശ്നം എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലിപ്പ് ഏത് ടൈപ്പ് ക്ലിപ്പാണ്, അത് എന്താണ്, അത് 2K ആണോ 4K ആണോ, അത് മൊബൈലിൽ ഷൂട്ട് ചെയ്താണോ, ആ ക്ലിപ്പിൻ്റെ സൈസ് നമുക്ക് അറിയില്ല. നമ്മൾ വേറൊരു പ്രൊജക്റ്റ് എടുത്ത് വെച്ച് അതിനകത്തേക്ക് പല സൈസിലുള്ള ക്ലിപ്പുകൾ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നത് പലപ്പോഴും എക്സ്പോർട്ടിങ്ങിന് പ്രശ്നമുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ആ ക്ലിപ്പിൻ്റെ സൈസ് എത്ര നോക്കാം. ക്ലിപ്പ് സെലക്ട് ചെയ്തു, അതിൻ്റെ ഇവിടെ ഇതാണ് അതിൻ്റെ ഇൻഫർമേഷൻ, ക്ലിപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലിപ്പ് എത്ര, ക്ലിപ്പിൻ്റെ ഇൻഫർമേഷൻ അറിയാൻ കഴിയും. അതിലൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വ്യൂ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഈ ക്ലിപ്പ് എവിടെയാണ് കിടക്കുന്നത് വേണമെങ്കിൽ റിവീൽ ഇൻ ഫൈൻഡറിൽ എവിടെ കിടക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിയും. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പ്രധാനമായിട്ടും ഇതിൻ്റെ ഫ്രെയിം സൈസാണ് നമുക്കറിയേണ്ടത്. ആ ഫ്രെയിം സൈസിനനുസരിച്ച് വേണം നമുക്ക് ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കി ഇതാണ് നമ്മുടെ, ഇത് ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ക്ലിപ്പാണ്. അതിൻ്റെ ഫ്രെയിം സൈസ് ഇതാണ്. അപ്പോൾ ഈ സെയിം സൈസിലേക്ക് നമുക്ക് അതിൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒരേപോലത്തെ ക്ലിപ്പുകളെല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ വളരെ വേഗം നമുക്ക് എറർ ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനെന്താ വെച്ചാൽ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൊജക്ട് കൊടുക്കുക. ഇപ്പൊ ഇവിടെ വരുന്ന വിൻഡോയിൽ നിന്ന് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലിപ്പിന്റെ ഫ്രെയിം സൈസ് ഇവിടെ നമുക്ക് കാണിക്കണം. അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ നോർമൽ നമ്മൾ എടുത്ത പ്രൊജക്ട് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് HD പ്രോഗ്രഷനുള്ള അത് ചേഞ്ച് ചെയ്യുക. അത് എടുത്ത് കസ്റ്റം കൊടുക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ക്ലിപ്പിന്റെ സൈസ് എത്രയാണോ ആ ഓട്ടോമാറ്റിക് ആ സൈസ് അവിടെ കാണിക്കും. അതിനുശേഷം ഒക്കെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ആ പ്രൊജക്റ്റിലേക്ക് വേണം നമ്മുടെ ക്ലിപ്പുകളെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ അത് എങ്ങനെ ആഡ് ചെയ്യണം, അതിനുള്ള ഷോർട്ട് കീസ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനുമുമ്പ് ഒരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ബ്രൗസറിനകത്തുള്ള ക്ലിപ്പുകൾ നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ എടുത്തു ഏതൊക്കെ ആഡ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ ബ്രൗസറിനകത്ത് വ്യൂവിൽ ബ്രൗസറിൽ വന്നിട്ട് യൂസ്ഡ് മീഡിയ റേഞ്ച് എന്നുള്ളതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ക്ലിപ്പിനെ എടുത്ത് നേരെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കളറിലൊരു വര കാണാം. അത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്, നമ്മൾ യൂസ് ചെയ്ത ക്ലിപ്പാണ് എന്നുള്ള ഇൻഡിക്കേഷനാണ്. ധാരാളം ക്ലിപ്പുകൾ ഇട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഡാർക്കായിട്ട് കാണുന്ന ഈ ഭാഗത്തെ നമുക്ക് സ്റ്റോറി ലൈൻ എന്ന് പറയാം. ഈ സ്റ്റോറി ലൈനിലേക്കാണ് നമ്മുടെ ക്ലിപ്പുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ ക്ലിപ്പിന് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ സ്റ്റോറി ലൈനിലേക്ക് ഇടാം. അതല്ലാതെ കീബോർഡിൽ എന്ന് പ്രസ് ചെയ്യും. എന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും സ്റ്റോറി ലൈനിലേക്ക് ഓഡിയോയും വീഡിയോയും കൂടെ നമുക്ക് കാണാൻ കഴിയും. ഇനി Ctrl+Shift+S എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോയിൽ നിന്നും ഈ ഓഡിയോ ഡിറ്റാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓഡിയോ വേറെ വീഡിയോ വേറെ എന്ന നിലയിൽ നമുക്ക് കാണാം. ഈ ഓഡിയോയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കാം, ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും. പക്ഷെ എന്നാലും ഈ ഓഡിയോ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ആ സ്റ്റോറി ലൈനിനെ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും, സ്റ്റോറി ലൈനിൽ കിടക്കുന്ന ക്ലിപ്പിനെ അറ്റാച്ച് ചെയ്തായിരിക്കും ആ ഓഡിയോ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എങ്ങനെ മൂവ് ചെയ്യിച്ചാലും ആ ഓഡിയോ അതിൽ അറ്റാച്ച് ചെയ്ത് കിടക്കും. ഓഡിയോയും ടൈറ്റിലും നമുക്കിതുപോലെ സ്റ്റോറി ലൈനിൽ കിടക്കുന്ന ക്ലിപ്പിന്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സാധാരണഗതിക്ക് സ്റ്റോറി ലൈനിൽ ബ്ലാങ്ക് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മണ്ടയിലോട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ക്ലിപ്പുകൾ അടുക്കി വെക്കുന്ന ഒരു രീതി നേരത്തെ അമച്ചറായിട്ടുള്ള അറിയാത്ത FCPയെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാത്തവർ ചെയ്യാറുണ്ട്. പക്ഷെ FCPയുടെ മെത്തേഡ് അതല്ല. സ്റ്റോറി ലൈനിലൂടെ തന്നെ ക്ലിപ്പ് ഒറ്റ ലൈനിൽ അടുക്കി വിടുന്നതാണ് ബെറ്റർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു ക്ലിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. പിന്നെ ഇവിടുത്തെ കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിവിടെ കമാൻഡ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, നമ്മുടെ കീബോർഡിന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം കീബോർഡ് കസ്റ്റമൈസേഷനകത്ത് വന്നിട്ട് ഡിഫോൾട്ട് ആക്കി വെക്കുക. ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഓൾറെഡി കുറേ കമാൻഡ്സ് അവർ തന്നിട്ടുണ്ട്. ഇപ്പം കമാൻഡ് പ്രസ് ചെയ്തുകൊണ്ടുള്ളത്, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടുള്ളത്, പിന്നെ ഷിഫ്റ്റ് കമാൻഡ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ, ഈ 4 കൺട്രോൾ കീസ് ഒരുമിച്ച് പ്രസ് ചെയ്താൽ, അങ്ങനെ നമുക്കിവിടെ കീസിന്റെ ഷോർട്ട് കട്ട്സുകൾ വരെ കുറേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഡിഫോൾട്ട് ഷോർട്ട് കീ പഠിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരിച്ച് നമുക്ക് ഷോർട്ട് കീ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഒരു ഷോർട്ട് കീ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശീലിച്ചു പോയാൽ പിന്നെ നമുക്ക് എവിടെ ചെന്നാലും വർക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു FCP ഉള്ളൊരു കമ്പ്യൂട്ടറിൽ കയറി അത്യാവശ്യം വർക്ക് ചെയ്യണമെന്ന് തോന്നി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഈ കാണുന്ന ഇതുപോലെ കാണുന്ന കമാൻഡ് കൺട്രോളോട് ചേർത്ത് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കേസ് അവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഇതനുസരിച്ച് അതായത് ഈ ഷോർട്ട് കീ പഠിക്കുക. ഞാനിപ്പോൾ പറയുന്ന മൊത്തം അങ്ങനെ ഡിഫോൾട്ട് ഷോർട്ട് കീ ആണ്. അപ്പം നമുക്ക് എവിടെ ചെന്നാലും ഏത് FCP ഓപ്പൺ ചെയ്ത് വെച്ചാലും നമുക്ക് ഷോർട്ട് കീ പ്രസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഷോർട്ട് കീ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നതിനോ ഒരു തടസ്സം വരത്തില്ല. നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഈ എഡിറ്റിനകത്ത് സോഴ്സ് മീഡിയക്കകത്ത് വരുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, ഓൾ, വീഡിയോ ഉള്ളി, ഓഡിയോ ഉള്ളി. ഓൾ എന്ന് പറഞ്ഞാൽ വീഡിയോ ഓഡിയോയും കൂടി വരും. വീഡിയോ ഉള്ളി എന്ന് പറഞ്ഞാൽ വീഡിയോ മാത്രം. ഇപ്പൊ ഷിഫ്റ്റ് 1 എന്ന് അടിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓഡിയോയും വീഡിയോയും കൂടെ ആയിരിക്കും ഇമ്പോർട്ട് ആവുന്നത്. കണ്ടോ?
ഷിഫ്റ്റ് 2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ മാത്രമേ ഇമ്പോർട്ട് ആകത്തുള്ളൂ. ഇത് അപ്പൻഡ് ടു സ്റ്റോറി, അതാണ് ഇ. ഇൻസേർട്ട്, അതാണ് ഡബ്ല്യു. ഈ രണ്ട് ഷോർട്ട് കീ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ക്യൂ എന്ന് പറയുന്നത് കണക്ട് ടു പ്രൈമറി ടൈം ലൈൻ. അപ്പോൾ ഈ ക്യൂ ഡബ്ല്യു ഇ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സോഴ്സ് മീഡിയ എന്ന് പറയുന്നതിനകത്ത് വരുന്ന 1, 2, 3, ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസറിൽ നിന്ന് ക്ലിപ്പിനെ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. എഡിറ്റ് ലൈൻ എവിടെ വെക്കുന്നോ അവിടെ കൊണ്ടുവച്ച് ഡബ്ല്യു അടിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പ് നമ്മുടെ എഡിറ്റ് ലൈൻ ഇരിക്കുന്ന ഇടത്തേക്ക് ക്ലിപ്പ് ഇൻസെർട്ട് ആകുകയും ചെയ്യും. പോരാത്തതിന് ബാക്കി അവിടെ ഗ്യാപ്പ് വന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇനി ക്യൂ എന്ന് അടിച്ചു കഴിയുമ്പോഴേക്കും ഇതാണ് സംഭവിക്കുന്നത്. സ്റ്റോറി ലൈനിന് മുകളിലേക്കായിരിക്കും വരുന്നത്. അത് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയോട് കൂടെ മുകളിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ആ വീഡിയോ അറ്റാച്ച് ആവും. അതുപോലെ ഗ്യാപ്പ് ഇടയ്ക്കേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇവിടെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇൻസേർട്ട് ആവും. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് FCPയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റ് ആപ്ലിക്കേഷനിൽ ഉള്ളതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് FCPയിൽ ചെയ്യാൻ കഴിയുന്ന എളുപ്പമാർഗ്ഗത്തിൽ നമുക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യുക ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം വീഡിയോ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓഡിയോ ടൈറ്റിൽ മാറിപ്പോകത്തില്ല, കാരണം ഓഡിയോയും ടൈറ്റിലും ഇതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതുപോലെ ഷിഫ്റ്റ് 3 അടിച്ചിട്ട് ക്യൂ അടിച്ചപ്പോൾ കൊണ്ട് ഓഡിയോ മാത്രം, ഷിഫ്റ്റ് 3 എന്ന് പറഞ്ഞാൽ ഓഡിയോ മാത്രം. അപ്പോൾ ഇത് വരും. അതുപോലെ നമുക്ക് ക്ലിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ ഓഡിയോ അവിടെ അറ്റാച്ച് ആയിരിക്കും. അതായത് പ്രൈമറി സ്റ്റോറി ലൈനിലേക്ക് ഈ ഓഡിയോ അറ്റാച്ച് ആവും. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് ടൂളുകളുടെ ഡിഫറൻസ് ആണ്. ഒന്ന് സെലക്ട് ടൂള്, രണ്ടാമത് പൊസിഷൻ ടൂള്. ഈ സെലക്ട് ടൂൾ ആയിരിക്കും നമ്മൾ ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സെലക്ട് ടൂൾ ആയിരിക്കും. സെലക്ട് ടൂൾ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ ക്ലിപ്പിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ ക്ലിപ്പിനെ മൂവ് ചെയ്യിക്കുമ്പോഴോ ഒക്കെ അതായത് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് സെലക്ട് ടൂളാണ്, ചേഞ്ച് ആകത്തുള്ളൂ. ഇതെൻ്റെ ഐക്കൺ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കും, സെലക്ട് ടൂളിൻ്റെ ഐക്കണാണ്. പിന്നീട് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴേക്കും പൊസിഷൻ ടൂളാണ്. പൊസിഷൻ ടൂളാണ് നമ്മുടെ ഉള്ളെങ്കിൽ നമുക്ക് ഈ ക്ലിപ്പിനെ മൂവ് ചെയ്യിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ക്ലിപ്പ് തള്ളി മാറത്തില്ല, അതിന് വേറെ ക്ലിപ്പ് കട്ടായി പോകും. അത് ഓവർ റൈറ്റ് ചെയ്യും, ക്ലിപ്പിന് മുകളിലേക്ക് ഓവർ റൈറ്റ് ചെയ്ത് പോകും. അതാണ് പൊസിഷനിലുള്ള പ്രത്യേകത. പൊസിഷനും കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അതുപോലെ ട്രാൻസിഷൻ കൊടുക്കുമ്പോൾ പോലുള്ള ട്രാൻസിഷൻ രണ്ട് ക്ലിപ്പ് തമ്മിലുള്ള ട്രാൻസിഷൻ ആഡ് ചെയ്യുമ്പോഴും പൊസിഷൻ ടൂള് എനേബിൾ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അതുപോലെ നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം, ബാക്കി വരുന്ന ഭാഗത്ത് അത് ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് ഫില്ല് ചെയ്തോളും. അതാണ് ഈ പൊസിഷൻ ടൂളിൻ്റെ പ്രത്യേകത. അതേസമയം നമ്മൾ ആരോ ടൂളാണ്, അതായത് സെലക്ഷൻ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ മൂവ് ചെയ്ത് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തേക്ക് അത് വീഴത്തില്ല, ഓട്ടോമാറ്റിക് ഗ്യാപ്പ് വീഴത്തില്ല. പൊസിഷൻ ടൂൾ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗ്യാപ്പ് വീഴും, അല്ലെങ്കിൽ ക്ലിപ്പിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി ഓവർ റൈറ്റ് ആവും. അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട്. ഈ രണ്ട് ടൂള് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ്. ഒന്ന് പൊസിഷൻ ടൂൾ, ഒന്ന് ആരോ ടൂൾ.